പേടിയുണ്ടോ നിങ്ങൾക്ക്? പേടിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാതിരിക്കലുണ്ടോ? ഖലീൽ ജബ്രാൻ പറയുന്നൊരു കാര്യമുണ്ട്. പുഴ ഒരുപാട് തടസ്സങ്ങളൊക്കെ നേരിട്ട് വലിയൊരു മലമുകളിൽ നിന്ന് ആരംഭിച്ച് കാടും മേടും താണ്ടി കടലിലേക്ക് ചേരാൻ നിൽക്കുന്ന സമയത്ത് പേടിച്ചിങ്ങനെ വറക്കും. എന്നിട്ട് ഈ പിന്നിട്ട വഴികളെ പറ്റിയൊക്കെ ആലോചിക്കും. ഇനി എൻ്റെ മുമ്പിൽ വേറൊരു ഓപ്ഷനുമില്ല, ഇതാ ഞാൻ എന്നേക്കുമായി അപ്രത്യക്ഷയാവാൻ പോവാണ് എന്ന് പുഴ ആലോചിക്കും. പിറകോട്ട് പോകാനൊരു ഓപ്ഷനുമില്ല, ആർക്കും പിറകോട്ട് പോകാൻ കഴിയില്ല. ഈ കടലിൽ ഞാൻ ചേരുകയാണ്, ആ കടലിലോട് സംഗമിക്കുകയാണ് എന്ന സത്യം അംഗീകരിക്കണം, എന്നാലേ ആ പേടി മാറുകയുള്ളൂ. അപ്പോഴാണ് തിരിച്ചറിയുക, ഞാൻ എന്നേക്കുമായി ഇല്ലാണ്ടാവുകയല്ല, ഞാൻ കടലാവാൻ പോവുകയാണ് എന്ന് തിരിച്ചറിയാണ്. അപ്പോൾ പലരെയും പേടിച്ച് ചെറുപ്പത്തിൽ കുറേ വലിയ അധ്യാപകരെയൊക്കെ നമ്മൾ പേടിച്ചിട്ടുണ്ടാവും. പിന്നെ വലുതാവുമ്പോഴാണ് അറിയുന്നത് അവർക്ക് നമ്മളൊരു സ്നേഹമാണല്ലോ, എന്തിനാണ് ഞാൻ പേടിച്ചത്. അതുപോലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയൊക്കെ. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് അവരോടുള്ള പേടി എന്നുള്ളത് മാറ്റിയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ്, പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ളൊരു ബന്ധം എന്ന നിലയിലേക്ക് മാറ്റി നോക്കും. അപ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. പ്രവാചകരൊക്കെ സ്ഥിരമായി പ്രാർത്ഥിച്ചിരുന്നു, പടച്ചോനെ പേടിയിൽ നിന്ന് എനിക്ക് രക്ഷ തരണേ എന്ന്. പേടിക്കണ്ട, കാര്യങ്ങൾ മനസ്സിലാക്കി ധൈര്യസമേതം മുന്നോട്ട് പോകാൻ വേണ്ടത്.